സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാന്ത്വനത്തിന്റെ പുതിയ എപ്പിസോഡിൽ ബാലേട്ടന്റെ ഭാര്യ, അതായത് ഗോമതി എന്നാണ് പേര് ആ കഥാപാത്രത്തിന്റെ. എന്തായാലും മുറ്റത്ത് കോലൊക്കെ വരയ്ക്കുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. കോലം വരച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സ്വന്തം വീടാണ് കൃഷ്ണമംഗലം തറവാട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ വലിയ കോലാണ് കാണുന്നത്. അപ്പൊ ഗോമതിക്ക് ഇച്ചിരി കുശുമ്പൊക്കെ ഉണ്ട്. അങ്ങനെ പാടില്ല, ദേവമംഗലത്തിനേക്കാളും വലിയ കോലൊന്നും കൃഷ്ണമംഗലത്ത് വേണ്ട എന്നും പറഞ്ഞ് ഒന്നും കൂടെ വലിയ റൗണ്ടൊക്കെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ടും തൃപ്തിയാവാണ്ട് പിന്നെയും അവിടേക്ക് എത്തിച്ച് നോക്കുന്നുണ്ട്. എത്തിച്ച് നോക്കുന്ന സമയത്താണ് നമ്മുടെ ബാലേട്ടൻ വരുന്നത്. ബാലേട്ടൻ നടക്കാനൊക്കെ ഇറങ്ങി ചായ എന്തോ ഒരു പൊതിയൊക്കെ ആയിട്ട് കടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ സമയത്ത് കാണുന്ന കാഴ്ച അപ്പുറത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഗോമതിനെ അവരെ കാണാനാണ് നോക്കിയെന്ന് വിചാരിച്ച് അട്ടഹസിക്കുന്നുണ്ട് ബാലൻ. നമ്മുടെ പഴയ ബാലേട്ടന്റെ പോലെയല്ല, നല്ല ദേഷ്യവും അല്ല, മുൻചുണ്ടിയൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് പുതിയ നായകൻ. എന്തായാലും ഗോമതി എന്ന് വിളിച്ചിട്ട് അലറാണ് അയാള്. അങ്ങനെ ഗോമതി ആകെ പേടിക്കുന്നുണ്ട്. നീ അപ്പുറത്തേക്കുള്ള ഒളിഞ്ഞോട്ടം നിന്റെ മതിയയിലടി, 28 കൊല്ലായിട്ടും എന്നൊക്കെ ചോദിച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാൻ പച്ചക്കറിക്കാരനെ നോക്കിയതെന്ന് ബാലേട്ടാന്ന് പറയുമ്പോൾ, പച്ചക്കറിക്കാരനായിട്ട് അവിടെ ഇരിക്കുന്നത്, പച്ചക്കറിക്കാരൻ ഇപ്പുറത്ത് കൂടെ അല്ലേ വരുന്നത്, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് അയാള് പോയി ചായ എടുത്തിട്ട് വാടിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോമതി വേഗം ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ വേറൊരു പത്രക്കാരൻ വരുന്നുണ്ട്. പത്രക്കാരൻ വന്നിട്ട് കൃഷ്ണമംഗലത്തേക്കുള്ള പത്രം നമ്മുടെ ബാലേട്ടന്റെ ഗേറ്റിന്റെ മുന്നിൽ സൈക്കിൾ നിർത്തിയിട്ടുണ്ട് കൊടുക്കുന്നത്. എടാ എന്ന് വിളിക്കുമ്പോൾ, ഞാൻ ഈ പത്രം ഒന്ന് കൊടുത്തിട്ട് വരാം ബാലേട്ടാ എന്ന് പറഞ്ഞ് അയാൾ പോകുമ്പോൾ അയാളുടെ പത്രവും സൈക്കിളും കൂടി വലിച്ചെറിയുന്നുണ്ട്. കൃഷ്ണമംഗലത്തേക്ക് പത്രം കൊടുക്കണമെങ്കിൽ അവരുടെ പറമ്പിൽ കൊണ്ട് സൈക്കിൾ വെക്കണം, അല്ലാതെ എൻ്റെ വീട്ടിലല്ലടാ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാളെ ദേഷ്യപ്പെട്ട് ഓടിക്കുന്നുണ്ട്. അപ്പൊ അയാൾ ഇത് എന്ത് ഭ്രാന്താണെന്നും പറഞ്ഞ് അയാൾ പോകുന്നുണ്ട്. എന്തായാലും ഗോമതി എന്തിനാ ബാലേട്ടാ ആ പാവത്തിനൊക്കെ ഇങ്ങനെ ചീത്ത പറയണേന്നൊക്കെ ചോദിക്കുമ്പോൾ, നിന്നോട് ചായ എടുക്കാനല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അകത്ത് ചെല്ലുമ്പോൾ 3 മക്കള്, 4 ആകാശ്, അതുല്, അതുപോലെ തന്നെ ആനന്ദ്, ആര്യൻ, 3 അല്ല 4 മക്കളുണ്ട്. ഒരു മോളും 3 ആണുങ്ങളുമാണ് ബാലനും ഗോമതിക്കും. ധർമ്മൻ ഗോമതിയുടെ ആങ്ങളേണി എങ്ങനെയോ എന്തായാലും ഇവിടെ വന്ന് പെട്ടിട്ടുള്ളതാണ്. അവരിറക്കി വിട്ടിട്ട് എങ്ങാനും ബാലേട്ടൻ കയറ്റി താമസിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ഗോമതി മോനെ പോലെ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാലേട്ടന് അത്രയ്ക്ക് താല്പര്യമൊന്നും ഇല്ല, പക്ഷെ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ ആകാശാണ് മൂത്ത മകൻ. ആകാശിനോട് വലിയ സ്നേഹമാണ്, കാരണം ജോലിയൊക്കെ കിട്ടി, പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി, ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ആകാശിനോടൊരു ബഹുമാനമുണ്ട് നമ്മുടെ ബാലന്. അതുപോലെ തന്നെ ആനന്ദിനോട് അത്രയ്ക്ക് താല്പര്യമില്ല. ആനന്ദ് കടയിൽ തന്നെയാണ് നിൽക്കുന്നത്, ഗോമതി സ്റ്റോഴ്സിലാണ് നിൽക്കുന്നത്. ആനന്ദിനെ എപ്പോഴും കുറ്റമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനു ഒരു മോളാണ്, ആര്യൻ ഇളയ മോനാണ്. ആര്യനോടും അത്രയ്ക്ക് താല്പര്യമില്ല, എപ്പോഴും വഴക്കൊക്കെ പറയുന്നുണ്ട്. കാരണം പഠിക്കിന്, ജോലിക്കൊന്നും പോവാണ്ട് പഠിപ്പിന്, അത്രയ്ക്കുള്ള പ്രായമായിട്ടുള്ളൂ. അവർ എഴുന്നേറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ രണ്ടാളും ആങ്ങളെയും ഇളയ മോനും എഴുന്നേറ്റില്ല എന്ന് പറയുമ്പോൾ ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് പോയി അവരുടെ മേത്തൊക്കെ ഒഴിക്കുന്ന ഒരു ക്രൂരമായ ഒരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗോമതിനെ എപ്പോഴും വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവരോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട്. അവർക്കുള്ള വടയൊക്കെ കൊണ്ടുവന്ന് വരുന്നത്. അതിനുശേഷം ഇളയ മോന്റെ മേലൊക്കെ വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ അവനോട് കുളിക്കാൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ കൃഷ്ണമംഗലത്ത് അമ്മനെ കാണിക്കുന്നുണ്ട്. ഇന്ദിരാമ്മ, നമ്മുടെ ഗോമതിയുടെ അമ്മ ഇന്ദിരാമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. 28 ഭർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. 28 വർഷമായി എൻ്റെ മോളെ നമ്മുടെ ഒരേ ഒരു മോളെ ഒന്ന് മിണ്ടിയിട്ടും സംസാരിച്ചിട്ടും എനിക്ക് വയ്യ, ഇവരുടെ ഈ വഴക്ക് കണ്ടിട്ട് എന്നെങ്കിലും ഈ 2 കുടുംബം ഒന്നാവോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗോമതിയുടെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മൾ അവിടെ തന്നെ ഒരാങ്ങളുടെ മോള് മിത്രനെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൂട്ടർ വരുന്നുണ്ട്. കഷ്ടകാലത്തിന് ബാലന്റെ വീടിന്റെ മുന്നിലാണ് കാർ ഇടുന്നത്. ആ സമയത്ത് അവരുടെ മുറ്റത്തുനിന്ന് അകത്തേക്കുള്ള കണക്ഷൻ പൈപ്പ് പൊട്ടുന്നുണ്ട്. എന്തായാലും വെള്ളം പോണത് ആരും അറിയുന്നില്ല. പെണ്ണ് കാണൽ ചടങ്ങ് തകൃതിയായി നടക്കുന്നുണ്ട്. എല്ലാരെയും പരിചയപ്പെടുത്തി, 2 ആങ്ങളമാരും അവരുടെ ഭാര്യമാരും, അച്ചമ്മ, അതുപോലെ തന്നെ 2 മക്കളും, അങ്ങനെ എല്ലാരെയും പരിചയപ്പെടുത്തി സംസാരിച്ച് അവർക്ക് ഇഷ്ടമൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ കുളിക്കാൻ വേണ്ടി കുളിമുറിയിൽ ചെന്നപ്പോൾ വെള്ളമില്ല. അങ്ങനെ വെള്ളം വരാത്തത് എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ പുറത്തിറങ്ങുമ്പോൾ പൈപ്പ് പുറത്തുനിന്ന് പൊട്ടി പോണ കാണുന്നുണ്ട്. അപ്പുറത്ത് തന്നെ ഒരു കാറും കിടക്കുന്നുണ്ട്. അപ്പോൾ കാറ് കൊണ്ടിട്ടാണ് പൈപ്പ് പൊട്ടിയെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബാലൻ വളരെ ദേഷ്യത്തോടെ മക്കളെല്ലാരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് പെണ്ണ് കണ്ട് ഇറങ്ങി വരായിരുന്നു.
അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് നിങ്ങളുടെ പൈപ്പ് പൊട്ടിക്കാൻ വന്നതല്ല, ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നാണ്. അപ്പുറത്തെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തിന് കാറുണ്ടതല്ലാണ്ട് ബാലന്റെ പറമ്പിലല്ല എന്നും പറഞ്ഞ് ബാലനും വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് അകത്തുനിന്ന് കേൾക്കുന്ന ആങ്ങളമാര് ബാലനെ ചീത്ത പറയാൻ വേണ്ടി വരുന്നുണ്ട്. അമ്മ എത്ര തടഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. മിത്രണി പറയുന്നുണ്ട് തോക്കെടുത്ത് അയാളൊന്ന് പേടിപ്പിക്ക്, അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അകത്തുനിന്ന് അവിടെ നിന്ന് രണ്ടാങ്ങളമാരും ഒരു മോനും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മയും ഭാര്യമാരും ഒക്കെ കൂടി ഉണ്ട് തടയാൻ. അതുപോലെ തന്നെ ഇപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്തായാലും ബാലേട്ടനെ പെണ്ണ് കാണാൻ വന്ന ഒരാള് ഒന്ന് പോടോ എന്ന് പറഞ്ഞ് ഉന്തുന്നുണ്ട്. ഒരാളല്ല, ചെക്കനാണ് ഉന്തുന്നത്. അങ്ങനെ കണ്ടതോടുകൂടിയാണ് നമ്മുടെ ബാലേട്ടന്റെ ഇളയ മോൻ ആര്യന് ദേഷ്യം വരുന്നത്. എന്റെ അച്ഛനെ തല്ലിടാന്ന് ചോദിച്ചിട്ട് പെണ്ണ് കാണാൻ വന്ന ചെക്കന്റെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്, തട്ടി താഴ്ത്തിട്ടുണ്ട്. പിന്നെ അവിടെ നല്ല ഇടിയും സംഘർഷമൊക്കെ. ഇനി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.